വരൂ സാർ. സാർ, ഇതാണ് വഴി. അകത്തേക്കുള്ള വഴി ഇതാണ്. സേഡികളുടെ വഴി ഏതാണെന്ന് സേഡികൾക്കറിയാം. യെസ്. കമാൺ. ഇവിടെ ഒരു ഭീകരാവസ്ഥയൊന്നും ഇല്ലെന്ന് ഐ ജി പ്രത്യേകം പറയാൻ പറഞ്ഞു. ഏതവസ്ഥയും ഞങ്ങൾക്കൊരുപോലെയാണെന്ന് അദ്ദേഹം അറിഞ്ഞു കാണില്ല. കള്ളക്കടത്തുകാർക്കെതിരെ നീങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒന്നിനു പിറകെ മറ്റൊന്നായി കൊല്ലപ്പെടുന്നു എന്നുള്ള വാർത്ത കണ്ട് ഭയപ്പെടരുത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഭയപ്പെടാനോ? ഞങ്ങളോ? അപ്പൊ ഞങ്ങളുടെ പൂർവ്വചരിത്രമൊന്നും അദ്ദേഹം അറിഞ്ഞു കാണില്ല. തമിഴ്നാട്ടിലെ അധോലോകം നടുങ്ങിയ വാർത്തയൊന്നും ഇവിടുത്തെ പത്രങ്ങളിൽ വന്നിട്ടില്ലേ? അതൊക്കെ വന്നിട്ടുണ്ട് സാർ. എന്നിട്ടാണോ ഞങ്ങളോട് ഭയപ്പെടരുത് എന്ന് അദ്ദേഹം പറയുന്നത്? ആരെ ഭയപ്പെടാൻ? മദുരാശിയിലെ അനന്തൻ നമ്പ്യാരേക്കാൾ വലിയ ഭീകരനൊന്നും ഈ നഗരത്തിലുണ്ടെന്ന് തോന്നുന്നില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ കാലുകുത്തിയ ഇന്ന് ഈ നിമിഷം തന്നെ അവന്മാർ നെട്ടോട്ടം ഓടി തുടങ്ങും. കള്ളക്കടത്തുകാരും കൊലപാതകങ്ങളും ഇനി അവന്മാരുടെ തല പുറത്ത് കാണിക്കില്ല. ഞങ്ങൾ എത്രമാത്രം തന്ത്രശാലികളും സൂത്രശാലികളുമാണെന്ന് നിങ്ങൾക്കറിയില്ലായിരിക്കാം, പക്ഷെ അവർക്കറിയാം. ഞങ്ങൾക്കും അറിയാം സാർ. എങ്കിൽ ഇത്തരം ബാലിശമായ സംസാരം നിർത്തൂ ഇൻസ്പെക്ടർ. അനങ്ങിപ്പോകരുത്, എല്ലാവരും ക്യാൻസർ. സാർ, നിങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിരിക്കാം, പക്ഷെ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. Go back. Go back. Arrest him. I say arrest him. ഇയാളെ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ നിർത്തിയാണ് സാർ. ഈ വീട് നിങ്ങൾക്ക് താമസിക്കാൻ. അപ്പൊ ഈ വീട്ടിലല്ലേ കൊല നടന്നിട്ടുള്ളത്? അല്ല. എങ്കിലാദ്യം ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോകൂ. തുറക്കൂ. രണ്ട് നിലയുള്ള വീടാണല്ലേ? അതെ സാർ. പുറകുവശത്ത് വാതിലുണ്ടോ? ഉണ്ട് സാർ. ഈ വീടിന് എത്ര കൊല്ലത്തെ പഴക്കം കാണും? അത് കൃത്യമായി അറിയില്ല സാർ. അതറിയില്ലേ? അറിയണം. വീടിന്റെ പഴക്കവും കൊലയും തമ്മിൽ എന്താണ് ബന്ധം എന്നല്ലേ? അതിലൊക്കെ ചില കാര്യങ്ങളുണ്ട്. ഈ സംഭവം നടന്ന എത്ര മണിക്കാണ്? രാത്രി ഒരു 11 കാണുമെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. അകത്ത് ബോഡി കിടന്ന സ്ഥലം മാർക്ക് ചെയ്തിട്ടുണ്ട് സാർ. കമാൺ. സാർ, ബോഡി കിടന്നിരുന്ന അകത്തെ മുറിയിലാണ്. Yes, I know. Come on. സാർ, അത് ബോഡി മാർക്ക് ചെയ്ത സ്ഥലമാണ്. Across. ഇത് തലയല്ലേ? അല്ല സാർ, അത് കാലാണ്. ഇത് കൈ, ഇത് തല. മാർക്കിംഗ് ഒന്നും കറക്റ്റ് അല്ല. മാർക്കിംഗ് കറക്റ്റ് ആണ് സാർ. ആര് പറഞ്ഞു? അത് നിങ്ങളാണോ തീരുമാനിക്കാൻ? സാർ, അത് കോൺസ്റ്റബിൾ, ഡയറി എടുക്കൂ. ആ ടേപ്പും എടുക്കൂ കോൺസ്റ്റബിൾ. എന്നിട്ട് വാതിൽ നിന്ന് ഈ ബോഡി കിടന്ന ദൂരം അളക്കൂ.
ഒരു 3-3.5 അടി വരും. ഓ, ആ ഡയറിയിൽ രേഖപ്പെടുത്തു. കൊലപാതകയുടെ ഷർട്ടിൽ നിന്ന് അടർന്നു വീണ ഒരു ബട്ടൺ കിട്ടിയിട്ടുണ്ട് സർ. അതുകൊണ്ട് അതൊരു തുമ്പാണല്ലോ. അത് തുമ്പാണോ തുമ്പയാണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. ബട്ടൺ പോലും ഒരേ തരത്തിലുള്ള എത്രയോ ലക്ഷം ബട്ടണുകൾ വിപണിയിൽ ഇറക്കുന്നുണ്ട്. ഈ ഒരു ബട്ടൺ നോക്കി കൊലയാളിയെ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും മിസ്റ്റർ? ഫൂളിഷ്നെസ്. കോൺസ്റ്റബിൾ, തല മുതൽ കാല് വരെയുള്ള നീളം എത്രയാണെന്ന് അളക്കൂ. അതിനു മുമ്പ് ഒരു നിമിഷം ഒന്ന് വരും. ഓക്കെ, എക്സ്ക്യൂസ് മീ. എന്താ? മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. കോൺസ്റ്റബിൾ എന്നുള്ള വിളി എനിക്ക് തീരെ പിടിക്കുന്നില്ല. തമിഴ്നാട് ക്രൈം ബ്രാഞ്ചിൽ നീ കോൺസ്റ്റബിളും ഞാൻ ഇൻസ്പെക്ടറുമാണ്. അത് അവിടെ ഇവിടെ അത് കൊട്ടിഘോഷിക്കേണ്ട ആവശ്യമില്ല. ഉള്ള കാര്യം തുറന്ന് പറയുന്നതിന് ആരെയും പേടിക്കണ്ട. നിന്റെ ഈ കോംപ്ലക്സ് മരിച്ചാലും മാറില്ലടാ. ബികോം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായ ഞാനും പ്രീ ഡിഗ്രി തോറ്റ നീ ഒരിക്കലും തൊഴിലാകില്ല. എടാ, CID ബികോം CID പ്രീ ഡിഗ്രി CID എന്നൊന്നുമില്ല. എല്ലാം CID തന്നെ. ആവർത്തിച്ചാൽ ഞാൻ മഹാ തറയാകും. ഇനി എന്തോ തറയാകാൻ? നീ തറയാണ്. ഡ്യൂട്ടി ഫസ്റ്റ്. വാതിൽപ്പടിയിൽ കൊലപാതകയുടെ നിന്ന് സംശയിക്കുന്ന രക്തക്കറ ഉണ്ടായിരുന്നു. അത് മറ്റൊരു തുമ്പാണ് സാർ. രക്തം പരിശോധിക്കാൻ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. അയച്ചോളൂ. പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. തുമ്പുണ്ടാക്കാനും കേസ് തെളിയിക്കാനും ഞങ്ങൾക്ക് സ്റ്റേറ്റ് പോലീസിന്റെ സഹായം ആവശ്യമില്ല. നിങ്ങളെ കൊണ്ട് സാധിക്കാഞ്ഞിട്ടാണല്ലോ ഞങ്ങളെ വരുത്തിയത്. സാർ, ഞങ്ങളാൽ കഴിയുന്ന സഹായം. നോ, ഞങ്ങൾ ചില നിർദ്ദേശങ്ങൾ തരും, അതനുസരിച്ചാൽ മതി. ആദ്യമായിട്ട് മിസ്റ്റർ മരിച്ചാലിന്റെ പേരെന്താണ്? അശോക് വർമ്മ. അശോക് വർമ്മയ്ക്ക് മരിക്കുമ്പോൾ എത്ര തൂക്കം ഉണ്ടായിരുന്നു? വെയിറ്റ്? അത് ഒരു 70-72. ഊഹം പറ്റില്ല, കൃത്യമായ വെയിറ്റ് വേണം. എന്നിട്ട് അതേ വെയിറ്റിലുള്ള ഒരു ഡമ്മി ഉണ്ടാക്കണം. ആ ഡമ്മി ഞങ്ങൾ മുകളിൽ നിന്ന് താഴേക്കിടും. സാർ, കുത്തേറ്റാണ് വർമ്മ മരിച്ചത്. അപ്പൊ ഡമ്മി? അതൊന്നും നിങ്ങൾ അറിയണ്ട. എങ്ങനെ മരിച്ചാലും ഞങ്ങൾ ഡമ്മി ഇട്ട് നോക്കും. അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ രീതി. ഡമ്മി ഒന്ന് പോരാ, 2 ആയിക്കോട്ടെ. അതെന്തിനാ? ഒന്ന് ചത്തയാൾ, മറ്റത് കൊന്നയാൾ. ഓ, അങ്ങനെ ആയിക്കോട്ടെ കോൺസ്റ്റബിൾ. സോറി, ശരി മിസ്റ്റർ വിജയൻ. യെസ്. പിന്നെ മരിച്ച ആളിന്റെ കുറച്ച് ഫോട്ടോസ് വേണം. കൊന്നയാളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത്. കൊലയാളി ആരാണെന്ന് അന്വേഷിക്കാനല്ലേ CID നമ്മൾ വന്നത്? അല്ല, ശരിയാണ്. പക്ഷെ ഫോട്ടോ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമുണ്ടല്ലോ. ഓക്കെ, തൽക്കാലം നമുക്ക് പോകാം. കമാൺ. മദിരാശിയിലെ എത്രയോ പ്രമാദമായ കേസുകൾ തെളിയിച്ചിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കൊലപാതകി എത്ര സമർത്ഥരായാലും ഞങ്ങൾ അവനെ അകത്താക്കും. കൊലപാതകി കൂട്ടത്തിലോ മറ്റോ ഉണ്ടെങ്കിൽ മര്യാദക്ക് സ്വയം കീഴടങ്ങുന്നതാണ് നല്ലത്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് കളയാമെന്ന് ആരും മോഹിക്കണ്ട. സാർ, യെസ്. എനിക്ക് അനുഭവ സമ്പത്ത് കുറവാണ്. കുറച്ച് വേണോ? ഈ കേസിന്റെ സ്വഭാവം അനുസരിച്ച് ഇത്രയും പരസ്യമായൊരു അന്വേഷണം വേണം. ഞങ്ങളാണ് കേസ് അന്വേഷിക്കാൻ വന്നിരിക്കുന്നു എന്ന് കുറ്റവാളികൾ അറിയണം. ഒരു വിധപ്പെട്ടവനൊക്കെ അതോടെ കീഴടങ്ങും. എനിക്ക് തോന്നുന്നില്ല. നമുക്ക് കാണാം സാർ. കുറ്റവാളികൾ എത്രയും പെട്ടെന്ന് വലയിലാകുമെന്ന് അധികൃതരെ അറിയിച്ചേക്കൂ. മറ്റു കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്റെ ഭാഗത്തുനിന്ന് ബുദ്ധിപരമായ സഹായമൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. വല്ല കാറോ ജീപ്പോ വേണമെങ്കിൽ അറിയിക്കാം. ധൈര്യമായിട്ട് പോകൂ. Come on. കൊല നടന്ന വീടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഞങ്ങൾ വന്നിറങ്ങിയ ഉടനെ ഞങ്ങളെ ആക്രമിക്കാൻ വന്ന ഭീകരനാണ് നിങ്ങളെന്ന് കരുതി. CIDകൾക്ക് ആരെയും എപ്പോഴും സംശയിച്ചേ പറ്റൂ. ഇത്രയും ക്രൂരമായിട്ട് എന്റെ ഭാര്യ പോലും എന്നെ തല്ലിയിട്ടില്ല. ഞാൻ എതിരാളികളോട് ഏറ്റുമുട്ടുമ്പോൾ എന്റെ ഓരോ ഇടിക്കും ഓരോ ക്വിന്റൽ വെയിറ്റ് കാണും. ഞാൻ കൂടി ഇടിച്ചിരുന്നെങ്കിൽ അത് 2 കിൻഡലായനെ. ഇപ്പൊ 3 കിൻഡലായി. എന്ത്? ഈ ഒരു കൈ. ഐ എം സോറി. സാരമില്ല, തല്ല് കിട്ടുന്നത് ഇതാദ്യമായിട്ടല്ല. പക്ഷെ എന്നെ തല്ലിയിട്ടുള്ളവരും മിക്കവരും മരുന്ന് മേടിക്കാനാണെന്നും പറഞ്ഞ് എനിക്ക് ഒരുപാട് രൂപ തരാറുണ്ട്. രൂപ ഞാനും തരാം. നിങ്ങൾ കാരണം വന്നപ്പോൾ തന്നെ ഇടിയിലൊരു പ്രാക്ടീസ് കിട്ടിയല്ലോ. യെസ്. ആദ്യം ഒരു ചായ ഉണ്ടാക്കി കൊണ്ടുപോവാ. സാറിന് മനസാക്ഷിയുണ്ടോ? കൂടുതലില്ല. തീരെയില്ല. ഇനി ഒരു 3 ദിവസത്തേക്ക് ഈ കൈ അനക്കാൻ ഒക്കൂ എന്ന് പറഞ്ഞ CIDകൾക്ക് പട്ടിണി എടുക്കാൻ സാരമില്ല, പാവം പോയി റെസ്റ്റ് എടുക്കട്ടെ. നമുക്ക് ഇന്നത്തെ ഭക്ഷണം ഹോട്ടലിൽ നിന്നാകാം. അതെ.